Hi. So squares and square root discussion is going on, and I already mentioned that we have selected 24 questions from this chapter. I have filtered 24 important questions, and discussion is going on. And in the last video we have discussed a bundle of questions, and today we are going to continue the discussion of exercise question. And I told you the remaining questions you can leave, but when you practice, when you revise for exam, you have to try for the remaining questions. Once you feel doubt, you just ask me. അപ്പോൾ ചില കുട്ടികളുടെ പാരൻസ് എന്നോട് ചോദിക്കേണ്ടായി, സാർ ഹോംവർക്സ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു എന്ന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഹോംവർക്സ് തരുന്നില്ല എന്നതിനർത്ഥമില്ല. ഹോംവർക്സ് ഞാൻ ഇന്ന ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തരുന്നില്ല എന്ന് മാത്രം. ബാക്കിയുള്ള ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ലീവ് ചെയ്യാണ്. അത് നിങ്ങൾ എന്നെ എഴുതി ഒരു ഹോംവർക്ക് പോലെ എന്നെ കാണിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. കാരണം നിങ്ങൾ എത്ര പേര് അത് ആത്മാർത്ഥമായി ചെയ്യും? ഞാൻ ഹോംവർക്ക് തന്നു കഴിഞ്ഞാൽ എത്ര പേര് ചെയ്യും? ഞാൻ ഹോംവർക്ക് സപ്പോസ് തരുവാണെങ്കിൽ തന്നെ എത്ര കുട്ടികൾ ആത്മാർത്ഥമായി ചെയ്യും? എന്തിനാണ് വെറുതെ നിങ്ങൾ കാണിക്കുന്ന, നിങ്ങളിൽ പല കുട്ടികളും കാണിക്കുന്ന ഒരു ഷോ ഓഫ് ഞാൻ വെറുതെ കാണുന്നത് എന്തിനാ? കുറച്ച് കുട്ടികളുടെ അടുത്ത് നോക്കി എഴുതുന്നു, അന്ന് എനിക്കിങ്ങനെ അയച്ചു തരുന്നു, അത് ഞാൻ കാണണം, അതൊന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ള കുട്ടികൾക്കാണ് ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അവർ ട്രൈ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതാണ് എൻ്റെ പോളിസി. ഐ എം നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദാറ്റ് പോളിസി. ഓക്കെ, വിച്ച് ഓൾ ദ ക്വസ്റ്റ്യൻസ് വി ലെഫ്റ്റ് ഓൾറെഡി, you are supposed to try it. Once you feel doubt, just call me and clarify your doubts. I'm not going to waste much time, and today we are going to continue the discussion of the same chapter, exercise of the chapter squares and square root. Shall we? Okay, come with me. This question I am going to discuss. For each of the following numbers, find the smallest to all number by which it should be multiplied. This question is from exercise 6.3. Okay, question number 5. For each of the following number, find the smallest whole number by which the number should be multiplied so as to get a perfect square number. Also find the square root of the square number so obtained. And I'm going to solve 1, 4, 5, 8 out of this question, and remaining question I'm going to leave, and you can try the remaining question. You can try when you get time. You just try the answers for the remaining question, and once you feel out, you can call me and clarify your doubts. Okay, so this is the question we are going to calculate, and I'm leaving this question. You may understand 1, 2, 3, 4, 5 question I'm leaving. Okay, ഇത് ഹോംവർക്ക് ആയിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്കറിയാം ഇതാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ, ചെയ്യാൻ ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. ബാക്കി നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്യുമ്പോൾ റഫ് പേപ്പറിൽ ട്രൈ ചെയ്താൽ മതി, നോട്ട്ബുക്കിലോട്ട് എഴുതുന്നതിന് മുമ്പ്. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അത് നാളെ തന്നെ അയക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ആ സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം. വെൻ യു ഗെറ്റ് ഹോളിഡേയ്സ്, വെൻ യു ഗെറ്റ് സം സൺഡേയ്സ്, യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, യൂസ് ദ ടൈം ആൻഡ് just practice the remaining questions. And 1, 4, 5, 8 I am going to solve. So 1, 4, 5, 8 ആ ക്വസ്റ്റ്യൻ അർത്ഥം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? 1, 4, 5, 8 ആണ് ഞാൻ ഫിഫ്ത്ത് സബ് ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഇതുവരെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ അത് മനസ്സിലുണ്ട്. നിങ്ങൾ എത്ര പേര് ചെയ്യുന്നു, അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് എത്ര പേര് ഡൗട്ട് ചോദിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ച് വെക്കും. സോ ശ്രദ്ധിച്ചോളാം. ഓക്കെ, സോ 1, 4, 5, 8 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ? ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ, അതായത് ഈ 1, 4, 5, 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല എന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നതാണ് ഇവർ പറയുന്നത്. 1, 4, 5, 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എങ്ങനെ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ്. അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ കിട്ടുന്നത് ഒരു പുതിയൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ സ്ക്വയർ റൂട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായിരിക്കും, ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഒന്നുകൂടെ പറയുന്നു, 1, 4, 5, 8 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം എന്താ? പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ അവരിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇതിനെ നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എങ്ങനെ? ഒരു സ്മോളസ്റ്റ് ഹോൾ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഇതിന് ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ്. So here the operation we have to use is what?
മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുന്നത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ 1458 അത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഒരിക്കലും പെയറിംഗ് നടക്കില്ല, കാരണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന ക്വസ്റ്റ്യനിൽ നിന്ന് വ്യക്തമാണ്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം 2. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ റീസൺ. ആൻഡ് ഇൻ 14 ഹൗ മെനി 2s ആർ ദർ? 7. ഇനി ഇപ്പോഴും പ്രൈം ഫാക്ടറൈസേഷൻ അറിയാത്ത കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെന്ന് അറിയുന്നതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അവരാരും എന്നോട് സംശയം ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിലും സങ്കടമുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ അറിയാത്ത കുട്ടികളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. ഇൻ 14 എന്തുകൊണ്ടാണ് 2 സെലക്ട് ചെയ്തതെന്നൊന്നും ഇനിയും എനിക്ക് ഓരോ വീഡിയോയിലും പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറയുന്നു. 2 എന്തുകൊണ്ടാണ് ഞാൻ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5. പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രൈം നമ്പേഴ്സ് ആർ 2, 3, 5, 7, then 11, etc. Okay, these are the prime numbers which we can divide. And 1458, I have to check by which number I can divide 1458, and that number should be the least prime number among this. ഈ 1458 ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലീസ്റ്റ് പ്രൈം നമ്പർ ആണെന്ന് നോക്കുക. 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക? ആ നമ്പറിൻ്റെ അവസാനം 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക? അത് അവസാനത്തെ നമ്പർ നോക്കിയിട്ടല്ല, ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. കിട്ടുന്ന സമ്മ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അങ്ങനെയാണ് നോക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നോക്കുക? നമ്പറിൻ്റെ അവസാനം 0 ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എടുത്ത് കാണാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ ഇൻ 14 7 2s are there. Then in 5 how many 2s are there? 2 2s are 4. Remainder 1 came. So that 1 and 8 become 18. In 18 how many 2s are there? 9. You might have understood, no? So can I proceed with the 2? No, because the final number is 9. I cannot divide 729 by 2. So is it possible by 3? Add the digits. 9 plus 2 11, 11 plus 7 18. So 18 is a multiple of 3, so we can divide it by 3. So in 7 how many 3s are there? 2 3s are 6. Remainder is 1, no? In 7 how many 3s are there? 2 3s are 6. Remainder 1. That 1 and 2 become 12. In 12 how many 3s are there? 4. Then in 9 how many 3s are there? 3 3s are 9. Now we just see again. Can you divide it by 3 again? Add the digits. 4 plus 3 7, 7 plus 2 9. So it is possible by 3. You might have understood, no? Yes. Then in 24, in 2 not possible, so to take 24. In 24 how many 3s are there? 8 3s are 24, no? Then in 3 how many 3s are 1? Again by 3. So 2 3s are 6, remainder 2. 2 3s are 6, remainder 2. 2 1 1 21, 7 3s are 21, again by 3. 9 again by 3. So this is the prime factorization. That means 1458 can be written as 2 into 3 into 3 into what? 3 into 3 into 3 into 3. 3 into 3 into 3 into 3. See them. This is what is prime factorization. Now we just see the pairs. This is the first pair. This is second pair. This is the third pair. But 2 is standing without any pair. That's why 1458 is not a perfect square. Suppose if it is a perfect square, pairing will exist completely. Since pairing is not existing completely, that means 1458 is not a perfect square. Suppose 1458 is ഒരു perfect square ആണെങ്കിൽ പെയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് നടക്കും. ഇവിടെ എല്ലാത്തിനും പെയറുണ്ട്, രണ്ടിനില്ല. അതായത് 1458 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നമ്മൾ 1458നെ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റും? പെയറിംഗ് കംപ്ലീറ്റ് ആക്കിയാലേ പെർഫെക്റ്റ് സ്ക്വയർ ആകുള്ളൂ. അപ്പോൾ ഉപയോഗിക്കേണ്ട ഓപ്പറേഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ. സപ്പോസ് യൂസ് ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദ ഓപ്പറേഷൻ യു സപ്പോസ് യൂസ് ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതിനെ നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതുന്നതാവട്ടത് 1458 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ അവിടെ വിടുന്നു. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതി 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 പെയറൊക്കെ അതുപോലെ എഴുതി. ഇനി പെയർ ഉള്ളതിനൊന്നും നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടിക്കണം. അത് അവിടെ സമാധാനത്തോടെ കഴിയല്ലേ, അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. പെയർ ഇല്ലാത്തത് 2 അല്ലേ, അതിന് നീ ഒരു എക്സ്ട്രാ 2 നിങ്ങൾ ആഡ് ചെയ്തോളൂ. നിങ്ങൾ വേണമെങ്കിൽ വേറൊരു ഇങ്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു ഇച്ചിരി ബോൾഡായിട്ടോ മറ്റൊന്ന് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇങ്ക് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ബോൾഡാക്കി ഒന്ന് എഴുതാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാനതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഒരു ഇൻവേർട്ടഡ് കോമയെങ്കിൽ എഴുതുക, ഇതാണ് നിങ്ങൾ ആഡ് ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ആരോ മാർക്ക്, ഇതാണ് നിങ്ങൾ ആഡ് ചെയ്തത് എക്സ്ട്രാ, മൾട്ടിപ്ലൈ ചെയ്തത് എക്സ്ട്രാ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സ്ഥിതിക്ക് ലെഫ്റ്റ് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഈസ് ദ തിങ്. യു മേ അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ, സോ ഇതെന്ത് വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും?
2916 വരും. ഇസ് ഈക്വൽ ടു ഇവിടെ പെയറിങ് കംപ്ലീറ്റ് ആയി. ഇപ്പം 2-ന് പെയർ വന്നു, അടുത്ത് 3-ക്ക് പെയർ വന്നു, 3-ക്ക് ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, അടുത്തതിന് പെയർ വന്നു. ഓക്കെ ഓക്കെ, ഓൾറെഡി ഉള്ളതാണ്. 2-ക്ക് പെയറും വന്നു. അതായത് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് എന്താ? ആദ്യം 1458 ആയിരുന്നു, അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താ വന്നത്? 2916. നൗ വാട്ട്? 2916 becomes what? Becomes a perfect square. Becomes a perfect square. എങ്ങനെയാണ് 2916 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലായേ? 2916 നോക്ക്, പെയറിങ് കംപ്ലീറ്റ് ആയി. അതായത് ലെഫ്റ്റ് സൈഡിൽ ആദ്യം 1458 ആയിരുന്നു, പെയറിങ് ഇല്ലായിരുന്നു, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് 1458 പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കാരണം മനസ്സിലായിട്ടുണ്ടാവും. അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ നമ്പർ 2916 ആയി. 1458ൻ്റെ ഒരു ചെറിയൊരു മോഡിഫൈ നമ്മൾ ചെയ്തപ്പോൾ 2916 ആയി. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം പെയറിങ് വന്നു. ദാറ്റ് ഇംപ്ലൈസ് നൗ 2916 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ആൻഡ് വി ഹാവ് മൾട്ടിപ്ലൈഡ് വിത്ത് വാട്ട്? വി ഹാവ് മൾട്ടിപ്ലൈഡ് വിത്ത്, നമ്മൾ ഒരു സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ 2. വി ഹാവ് multiplied with 2. Okay, now 2916 is a perfect square, and it is a time to calculate square root of 2916. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? This is a prime factorization 2916. In order to calculate the square root, take one member from each pair, so it becomes 2 into 3 into 3 into 3. ഇതൊക്കെ നന്നായി ശ്രദ്ധയോടെ ഞാൻ പറയാത്. 2 into 3 6, 6 into 3 18, 18 into 3 54. So square root of 2916 is what? 54. Your answer, no? Okay. You might have understood, no? Okay. Okay, see, ഞാൻ കുറച്ച് കുട്ടികൾ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ കോൺസെപ്റ്റ് ഒന്നും ക്ലിയർ അല്ല എന്ന് പറയുമ്പം നന്നായി വീഡിയോ കാണുന്നില്ല. വീഡിയോ ഇപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആയിട്ടുള്ള പ്രായമായി എന്ന് വിചാരിക്കുന്നു. പക്വത ചിലപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ല, പക്ഷെ പ്രായമായല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായി. പക്വതയും കൂടി ആവണമായിരുന്നു. പക്വത ആവാത്തതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ചവന്മാരിലും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അത്. ഓക്കെ, കാരണം ഇത് ആ വ്യക്തി കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നോട്ട് ഇടണം എന്ന് പറഞ്ഞിട്ടും ഇടാതെ അവസാനം ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടും, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതും ലംഘിച്ച് ഞാൻ ലാസ്റ്റ് വാണിംഗ് കൊടുത്ത ദിവസവും നോട്ട് ഇടാതെ എന്നെ വെല്ലുവിളിച്ച ആൾക്കാരുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. സോ ലെറ്റ് ഇറ്റ് ബി. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികളൊന്നും അങ്ങനെ ഏറ്റെടുക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഞാൻ ടോപ്പിക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വീഡിയോ നന്നായി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, വീഡിയോ നന്നായി കണ്ടില്ലെങ്കിൽ, നന്നായി കാണുമെന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നതെങ്കിൽ, നിങ്ങൾ ആ 40 മിനിറ്റിൻ്റെ വീഡിയോ വെച്ചിട്ട് 2 മണിക്കൂർ പ്രിപ്പയർ ചെയ്യാനുള്ള സാധനം ഉണ്ടാവും ആ വീഡിയോയിൽ. കാര്യം നിങ്ങൾ വിചാരിക്കും 1-2 ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനല്ലേ ഈ ക്വസ്റ്റ്യൻസൊക്കെ ലീവ് ചെയ്തേക്കുന്നത്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരില്ലേ, അതെന്നോട് ചോദിക്കണ്ടേ? അങ്ങനെയല്ലേ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് എവിടെ പഠിപ്പിച്ച് നിർത്തുന്നു, അതിൻ്റെ അതിനെ ഞാൻ ലീവ് ചെയ്ത് അതുവരെ ഞാൻ പഠിപ്പിച്ച് നിർത്തുന്ന ആ പോയിന്റ് വരെ ഞാൻ ലീവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് തരുന്നത്. അത് ഹോംവർക്കായിട്ട് നാളെ എഴുതി അയക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് നിങ്ങൾ സമയം എടുത്തോളൂ. സമയം എടുത്തിട്ട് നിങ്ങൾ ഹോംവർക്ക് എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ എനിക്ക് അയച്ചു തന്നോളൂ. നാളെ തന്നെ വേണ്ട എന്നുള്ളൂ അത്രയും നിർബന്ധ ബുദ്ധി ഞാൻ പിടിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല, അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇടയ്ക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണ്. അത് പ്രാക്ടീസ് ചെയ്യുക, സംശയം തോന്നുമ്പോൾ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളത്. ഓക്കെ, സോ പറയുന്നത് കുറച്ചും കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ട്വൈസ് ഈച്ച് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ട്വൈസ്. ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? കം വിത്ത്. Now we are going to go focus about question number 6. For each of the following numbers, find the smallest whole number by which it should be divided. Okay. For each of the following numbers, find the smallest whole number by which it should be divided. See, here the operation is division. Divided, operation is division. So as to get a perfect square. Also find the square root of the number.
സ്വോപ്പ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റിൻ്റെ അർത്ഥം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കാം. ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്, ഇതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, അത് നമുക്ക് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ ഉദാഹരണത്തിന് 2645 അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം എന്താ അതല്ല എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം? കാരണം അടുത്ത ലൈൻ വായിച്ച് നോക്കും. ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതിന് ഏതോ ഒരു സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നേരത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇവിടുത്തെ ഓപ്പറേഷൻ ഡിവിഷനാണ്. ഡിവൈഡ് ചെയ്തിട്ട് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം, എന്നിട്ട് കിട്ടുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഷാൾ വി ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ? യെസ്, 2645 is the question which I am selecting. And the remaining question is the questions for to practice yourself. Okay, 2645. Okay, so let us prime factorize the number. Okay, so you can write step by step. Prime factorize 2645. That is the first step we are going to use. So 2645, which I am going to prime factorize. So at the first look you may think that let us start dividing by 5. But let me tell you, before that you have to check the possibilities of 2 and 3 also. Can I divide it by 2? No, because that number ends with 5. Can I divide it by 3? 5 4 9. Add the digits in order to check the divisibility of 3. 5 plus 4 is 9. 9 plus 9 plus 6 is 15. 15 plus 2 is 17. So 17 is not a multiple of 3. So we cannot divide this number by 3. So in that way you have to check. Okay, and all after you can fix the number as 5. ഓക്കെ, കാരണം നിങ്ങൾ 5-ൽ അവസാനിക്കുമ്പോൾ വേഗം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അല്ല, 5-ൽ അവസാനിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് 5 കൊണ്ട് ചിലപ്പോൾ 3 കൊണ്ട് പോകാം. ഉദാഹരണത്തിന് 15 ഈസ് ഡിവിസിബിൾ ബൈ വാട്ട്? 3. ഈവൻ 5 ഓൾസോ പോസിബിൾ, ബട്ട് ലീസ്റ്റ് പ്രൈം നമ്പർ പോസിബിൾ ഈസ് 3. അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 പറ്റില്ല, ആഡ് ചെയ്തപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് 5 നമ്മൾ തുടങ്ങുന്നു. And take the first number 26. Because 2 is not possible, so just take the number 26. In 26, how many 5s are there? 5 5s are 25. Remainder 1. So we got 14, no? In 14, how many 5s are there? 2 5s are 10. Remainder 4. Isn't it? 4. 14 ആയിരുന്നു, 2 5s are 10. Remainder 4 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4. And that 4 and 5, 45. In 45, how many 5s are there? 9 5s are 45. Now 529. Can I divide it by 5 again? No. So select the or check the next possible number. Which will be the next possible number in 529? Very fast. Think properly. Okay. Check. 3 പറ്റും മക്കളെ? No, add the digits. 9 plus 2 11. 11 plus 5 എന്താണ്? 16. 16 is not a multiple of 3. So 3 is not possible. അപ്പോൾ 5ഉം പറ്റില്ല, 3യും പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അടുത്ത് 7 ആണ്. 7 പറ്റുമോ നോക്കി? 7 പറ്റുമോ നോക്കാൻ 529 നിങ്ങൾ വേണമെങ്കിൽ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. 529 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ പറ്റുമെന്ന് അറിയാലോ. 7 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 7ൽ 1 7s are 7. കാരണം മുകളിലും താഴെയും ഞാൻ ഡിനോമിനേറ്റർ എന്താണോ, ഞാൻ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുക. സോ 7 ക്യാൻസൽ ചെയ്യുക. ഇൻ 7 how many 7s are there? 1. In 52 how many 7s are there? 7 7s are 49. Remainder 49. 50 51 52. 3 ആണ്. 39 ആണ് കിട്ടുക. 39ൽ 7 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് 7 കൊണ്ട് പറ്റില്ല. പിന്നെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അടുത്തുള്ളത് ഏതാണ്? 11 ആണ്. 11ഓ? ഇല്ല, 11 പറ്റില്ല. കാരണം ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ 11 കൊണ്ട് പറ്റുമെന്നില്ല. എന്ന് നോക്കിയത് ഇങ്ങനെ നോക്കിയാൽ മതി. 529 11 കൊണ്ട് പറ്റുമെന്ന് അറിയാം. നിങ്ങൾ 11 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 11ൽ 11 1 ഉണ്ട്. 52ൽ 11 എന്ന് വെച്ചാൽ 4 11s are 44. റിമൈൻഡർ എത്ര വരും? 45 46 47 48 49 50 51 52. 8. 89ൽ കംപ്ലീറ്റ് ആയിട്ട് 11 പോവില്ല. 8 11s are 88 ആണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന നമ്പറിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 11 പറ്റില്ല. പിന്നെ അടുത്തത് എന്താണ്? 13. നമുക്ക് 13 ഒന്ന് നോക്കിക്കളഞ്ഞാലോ? ജസ്റ്റ് ഒന്ന് നോക്കാമല്ലേ? 13 നോക്കുമ്പം ഒരു മിനിറ്റ് നോക്കട്ടെ ഞാനൊന്ന്. 13 × 4 13 × 4 52. ഇല്ല, 13 പറ്റില്ല. കാരണം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വയ്ക്കാൻ മനസ്സിലാവും. 529നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13ൽ ഒരു 13. 52ൽ 4 13s are 52 ആണ്. പക്ഷേ റിമൈൻഡർ 9 ആണ്. 9ൽ ഒന്നുമില്ലല്ലോ. അപ്പം നമുക്കവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 13 പറ്റില്ല. പിന്നെ ഏതായിരിക്കും നെക്സ്റ്റ് പ്രൈം നമ്പർ?
പിന്നെ 17 17 ഒന്ന് നോക്കാം അല്ലേ, ചിലപ്പോൾ 17 പോസിബിൾ ആയാലോ. അങ്ങനെയാണ് നിങ്ങൾ നോക്കുക മക്കളെ. ഇത് നിങ്ങൾ വിചാരിക്കും തമാശക്കളിയല്ല, മാച്ച് നല്ലതുപോലെ എന്താണ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 529 17 പോകുന്നൊരു എനിക്കൊരു സംശയം തോന്നുന്നു. നമുക്ക് നോക്കാം അല്ലേ. 17 ഇൻറ്റു ഒരു 7 ചെയ്ത് നോക്കിയാൽ, കാരണം ഇതിൻ്റെ അവസാനിക്കുന്നത് 9 ആണ് അല്ലേ, 9 ആണ്. അപ്പോൾ 17 ആണ് നമുക്ക് പറ്റുമെന്ന് നോക്കുന്നത്. അപ്പം 9ൽ ഇപ്പം 7 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 9ൽ അവസാനിക്കുക. 7 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4ൽ അവസാനിക്കുക, കാരണം 14. 7 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1ൽ അവസാനിക്കുക, കാരണം 7 3 21. അങ്ങനെ നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ 529 17 കൊണ്ട് പറ്റുമെന്ന് നോക്കുവാണ്. ബാക്കിയുള്ള നമ്പറൊന്നും പറ്റില്ല, ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുവാണ് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 529 13 ഒക്കെ ചെക്ക് ചെയ്ത് മനസ്സിലായി. 529 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ 17 ഏതെങ്കിലും നമ്പർ കൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 529 കിട്ടുമോ എന്ന് നോക്കിയാൽ മതിയല്ലോ, പോരെ? ഇനി അതല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ 52ൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. 5ൽ 17 പോകില്ല, അപ്പോൾ 52 എടുത്തു. 52ൽ എത്ര 17 ഉണ്ട്? 17ൽ എത്ര 52 ഉണ്ട് എന്ന് പറഞ്ഞാൽ 17 ഇൻറ്റു 3 ചെയ്ത് നോക്കിയാലോ, 4 ചെയ്ത് നോക്കിയാലോ, എഴുതാനുണ്ട്? ഇല്ല, പറ്റില്ല. അപ്പോൾ 17 ഇൻറ്റു 3 നോക്കാം. 51 അല്ലേ, 19. ഇല്ല കേട്ടോ, 17 പറ്റില്ല കേട്ടോ. കാരണം എന്താ, ഇവിടെ 17 ഇട്ട് കഴിഞ്ഞാൽ 3 7s 51. റിമൈൻഡർ 19 കിട്ടും. 19ൽ 17 ഇല്ലല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 17 പറ്റില്ല. പിന്നെയുള്ള പ്രൈം നമ്പർ ഏതാ? ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. പിന്നെ 529 പോസിബിൾ ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതാ? ആലോചിച്ച് നോക്കും. അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യാം. കുറച്ച് സമയം എടുക്കും ചില ക്വസ്റ്റ്യൻസിൽ. പിന്നെയുള്ള പ്രൈം നമ്പർ ഏതാ? 18 അല്ല, പ്രൈം നമ്പർ അല്ല, 19 ഈസ് എ പ്രൈം നമ്പർ. ചെക്ക് 19 ചെക്ക് ചെയ്താലും നിങ്ങൾക്കത് പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ നമുക്ക് അവസാനം കിട്ടുന്ന പ്രൈം നമ്പർ ഏതായിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്? 23 ആയിരിക്കും. അതെ, വേറെ ഒരു പ്രൈം നമ്പറും 529 പോസിബിൾ ആവില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓരോന്ന്. ആദ്യം ചെറിയ നമ്പർ 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാൻസൽ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് നോക്കണം. ഇപ്പോൾ 529 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? 52ൽ എത്ര 23 ഉണ്ട്? 223 സാർ എത്രയാണ്? 52ൽ എത്ര 23 ഉണ്ട് നോക്കാം. 223 എന്ന് വെച്ചാൽ 46 ബാക്കി എത്ര വരും? 47 48 49 50 51 52 6. ബാക്കി ആ 6ഉം 9ഉം കൂടെ 69. 69ൽ എത്ര 23 ഉണ്ട്? 23 ഇൻറ്റു ഒരു 2 ചെയ്ത് 3 ചെയ്ത് നോക്കി, 69. അപ്പോൾ 3 കണ്ടില്ലേ? ഇത് അവസാനം റീച്ച് ചെയ്ത് 23ലാണ്. അതൊരു പ്രൈം നമ്പറാണ്. സോ ഇവിടെ ലെറ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ 2645 വി ഗോട്ട് ഇറ്റ് ആസ് വാട്ട്? 5 ഇൻറ്റു 23 ഇൻറ്റു 23. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്, നോ? അപ്പം ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പെയറിങ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഇവിടെ പെയറിങ് ഇല്ല. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് കൺക്ലൂഷൻ എഴുതാം. 2645 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഇനി പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. എന്ത് ഓപ്പറേഷൻ ഉപയോഗിച്ച്? ഡിവിഷൻ ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ കാര്യം എന്താണ്? നമ്മളിപ്പം നമ്മുടെ കയ്യിലുള്ളത് 2645 ഈസിക്കൽ ടു വാട്ട്? 5 ഇൻറ്റു 23 ഇൻറ്റു 23 എന്നാണ്. അപ്പോൾ ഇതിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതേ നമ്പർ കൊണ്ട് ഇവിടെയും, കാരണം പെയറിങ് കംപ്ലീറ്റ് ആക്കാൻ. ഡിവിഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പെയറിങ് ഇല്ലാത്ത നമ്പർ ഏതാ ഇവിടെ? 5. അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യുക. പെയറിങ് ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണോ അതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചിലപ്പോൾ വേറെ നമ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡിവൈഡ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇവിടെ 2 പെയറില്ലാണ്ട് നിൽക്കുവാണെങ്കിൽ ഇവിടെ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 5ൻ്റെ കൂടെ 2 എഴുതണം. ഏതൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നോ അതുകൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യും. ഇവിടെ 5 ആണ് പെയറിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. ഇനി ഒരു 2 കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ 2 കൂടെ എഴുതും. 2 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പം 2 കൂടെ എഴുതുമ്പോൾ ഇതിൻ്റെ ഈ 5ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ഓപ്പറേഷൻ എഴുതുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2645 ആട്ടോ ഇത്, അല്ലേ? മാറിപ്പോയി. 2645. ഓക്കെ, 2645നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് നോക്കൂ നിങ്ങൾ. 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇൻ 5 ഹൗ മെനി 5s are there? 1. In 26 how many 5s are there? 5 5s are 25. Remainder is 1. So 1 and 4 കൂടെ 14. In 14 how many 5s are there? 2 5s are 10. Remainder is 4. 45ൽ എത്ര 5s ഉള്ളത്? 9 5s are, അല്ലേ? അപ്പോൾ 529 കിട്ടും ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആയിപ്പോൾ ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്തുണ്ട്? 20 പെൻസിൽ കൊണ്ട് ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്തുണ്ട്? 23 ഇൻറ്റു
23. That implies now we got the number. First it was 2645. According to the question, we are supposed to divide this number to get a perfect square. So we have divided. By which number we have divided? 5. When I divided by 5, so 5 when I divided by 5, I got 529. Now 529 is a what? Perfect square. Why? Because 529 pairing the pairing exists. And so by which number I have divided? We have divided with a 5. Okay. Now 529 is a perfect square. Okay. Then let us calculate the square root of 529. What is the square root of 529? This is 529 prime factorization. Parallel number. One parallel, one number 23. So square root of 529 will be what? 23. This is answer for your question. You might have understood, no? So you may understood the things, and actually 2 questions we discussed, I think, and these 2 questions came from 2 main questions, and so many sub questions we have left, no? So the questions which we left, you have to practice just after watching this video. Okay, just after watching the video properly, after writing the notes, you just start doing the questions which we left. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ 2 ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് 2ലും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സബ് ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു ന്യൂസ് പ്രിൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. If you feel any doubt, you just call me. Okay. So I'm going to wind up the video. So I think now 14 or some question 14, around 14 questions are remaining to discuss. I think by next week or this week it is not possible. It is a little bit difficult task, or by the next week this chapter will get over. And okay, thank you.